ഹായ് ഹലോ എജ് ടോക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞത് വീഡിയോ ഇട്ടിരുന്നത് പ്രസവേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ അവിടുത്തെ ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് നമ്മുടെ ഫംഗ്ഷനിലോട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ 40ഉം അതുപോലെ തന്നെ ഫേസ് റിവീലിംഗ് സെറിമണിയും എല്ലാം നമ്മൾ നടത്തിയായിരുന്നു, ഒരുമിച്ചായിരുന്നു നടത്തിയത്. അപ്പോൾ അറിവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടത് നൈറയുടെ നെയിം റിവീലിംഗ് പ്ലസ് ഫേസ് റിവീലിംഗ് സെറിമണി ഞങ്ങൾ ചെറുതായിട്ട് നടത്തിയതാണ്. അതിൻ്റെ കൂടെ തന്നെയായിരുന്നു നെയിം റിവീലിംഗ് എല്ലാം. ആൻഡ് 40ഉം ആണ് മെയിൻ ആയിട്ടുള്ളത്, 40, 60 എന്ന് പറയുന്നത്. അപ്പം അന്ന് നമ്മൾ എടുത്ത ഡ്രസ്സ് ഇതായിരുന്നു നൈറയ്ക്ക് വേണ്ടിയിട്ട്. വൈറ്റ് ഡ്രസ്സായിരുന്നു. ഞങ്ങളുടെ തീം എന്ന് പറയുന്നത് റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും വൈറ്റ് ഡ്രസ്സിൽ അതുപോലെ തന്നെ റെഡ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ ഡെക്കറേഷൻസ് ഒക്കെ ആ ഒരു റെഡ് വൈറ്റ് തീമിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നൈറയുടെ ഡ്രസ്സ് നല്ല അടിപൊളിയായിരുന്നു. അത് അവളുടെ കറക്റ്റ് സൈസിന് കിട്ടുകയും ചെയ്യുന്നു. കാരണം കുഞ്ഞു കുട്ടികൾക്ക് ഇതുപോലെ കറക്റ്റ് സൈസിന് കിട്ടണം ഭയങ്കര താങ്ങും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾക്ക് ഇടാൻ പറ്റിയായിരുന്നു. ആൻഡ് ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നൈറയുടെ എന്താ പറയുക ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അന്നത്തെ ദിവസത്തെ. അപ്പോൾ നൈറയുടെ ഡേ ആണല്ലോ, 14th ഡേ സെലിബ്രേഷൻ ആണല്ലോ. അപ്പോൾ അതായിരുന്നു അവളുടെ ഡേ എന്ന് പറയുന്നത്, അതായത് അവളുടെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ആശാത്തി ഇങ്ങനെ ഇടയ്ക്കൊക്കെ കരഞ്ഞു. പിന്നെ ആൾ കൂളായിട്ട് ഡ്രസ്സ് ഇട്ട് കളിച്ചൊക്കെ നടന്നു. വേറെ ഒന്നുമില്ല, ഞാൻ ഈ ഡ്രസ്സ് എടുത്തപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ കുത്തൊന്നും പാടില്ല, കുഞ്ഞു കുട്ടികളല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബനിയൻ ക്ലോത്തിന്റെ ടൈപ്പ് ആയിരുന്നു. അവൾക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ എല്ലാവരും കൂടുന്ന അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. എന്നാലും ആള് ഞങ്ങളോട് നന്നായി കോപ്പറേറ്റ് ചെയ്തു. ഞങ്ങൾ ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഒത്തിരി നേരം ആ ഡ്രസ്സിൽ കളിച്ചൊക്കെ കിടന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. ആ ഡ്രസ്സ് നല്ല ക്യൂട്ട് ലുക്കായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും ആ ഡ്രസ്സൊക്കെ ഇഷ്ടമായി. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ 40 എന്ന് പറയുമ്പോൾ സ്വർണ്ണം കെട്ടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടും കൂടിയപ്പോഴത്തേക്കും നമ്മൾ ആ ഡ്രസ്സൊക്കെ മാറി. സ്വർണ്ണമൊക്കെ കിട്ടുമ്പോഴത്തേക്കും ആ ഒരു ഡ്രസ്സൊക്കെ മാറിയിട്ടാണ്, കാരണം അരഞ്ഞാളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത് മാറി. എന്നിട്ട് നമ്മൾ ഓരോരുത്തർ വന്നിട്ട് എന്താ പറയുക സ്വർണ്ണമൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നേരക്കുത്തി ഗോൾഡും കാര്യങ്ങളും കിട്ടി കേട്ടോ. നമ്മൾ ആദ്യം ഈ ഒരു റൂമിൽ വെച്ചാണ് ചെയ്തത്. പിന്നെ ആൾക്കാർ കുറേ കൂടിയപ്പോഴത്തേക്കും ചൂട് കൂടിയപ്പോൾ തന്നെ AC ഒന്നും നമ്മളിത് ഏൽക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ലിവിങ് റൂമിലോട്ട് തന്നെ വന്നു. വീണ്ടും അവളെ ഓക്കെ ആക്കാൻ വേണ്ടി വീണ്ടും എന്താ പറയാ ഭയങ്കര ഒരു ആ ഒരു കൂട്ടം കാരണം തന്നെ ഇടയ്ക്ക് അവളൊന്ന് കരച്ചും കാര്യങ്ങളൊക്കെ ആയി. അപ്പം ഞാൻ അവളെ കൊണ്ടൊന്ന് പോയി ഒന്ന് ഫീഡൊക്കെ ചെയ്ത് ആളെ കൊണ്ടും സെറ്റായി ആൾ ഉറങ്ങി കിടക്കാൻ തുടങ്ങി. ആ ഗ്യാപ്പിലൂടെ നമ്മുടെ സെറിമണി നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഗോൾഡ് ഇട്ട് കൊടുക്കായിരുന്നു എല്ലാവരും. അപ്പോൾ അവൾക്ക് ഇങ്ങനെ റിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് വളകൾ കിട്ടി, കൈച്ചെയിൻ കിട്ടി, എന്താ പറയാ നമ്മുടെ മാല, ഇങ്ങനെ പിന്നെന്താ അരഞ്ഞാണം, ഇങ്ങനത്തെ സംഭവങ്ങൾ. ഇപ്പം എൻ്റെ കസിൻസും ഇക്കാടെ കസിൻസും എൻ്റെ ഉപ്പ ഇക്കാടെ ഉമ്മ അങ്ങനെ എല്ലാവരും ഒത്തിരി പേര് അവരുടെയൊക്കെ വകയായിട്ട് അവൾക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പം ഇക്കാടെ വക, അതായത് ഞങ്ങളുടെ വക അവൾക്ക് ഞങ്ങൾ മുത്തരഞ്ഞാണാണ്. ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം മുത്തരഞ്ഞാണ് മുത്തുപാസരൊക്കെ. അപ്പം മുത്തുപാസരുണ്ട് ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും വക. എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനത്തെയാണ് വാങ്ങിച്ചു തന്നത്. അരഞ്ഞാണ് മുത്തിൻ്റെ എനിക്ക് വേണം പറഞ്ഞിട്ട് മുത്തരഞ്ഞാണ് വാങ്ങിച്ചു. അങ്ങനെ നല്ല നല്ല എന്താ പറയുക നല്ല രസമല്ല, ഒരുപാട് പല പല വർക്കിലുള്ളതൊക്കെ കിട്ടി. എന്താ പറയുക എല്ലാവരും ഉണ്ടായപ്പോൾ നല്ല രസമായിരുന്നു. ഫംഗ്ഷനൊക്കെ അടിപൊളിയായി. ഇക്കാടെ ഫാമിലീസ് ഒത്തിരി പേര് വന്നു. അന്ന് തന്നെ നമുക്ക് നൈബേഴ്സും കാര്യങ്ങളും എല്ലാവരും വന്നു. അവരൊത്തിരി പേര് വേറെ കുറേ ഗിഫ്റ്റ് നൈറൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഒരുപാട് ഡ്രസ്സ് നൈറൊക്കെ കിട്ടി. ഇപ്പം അന്നത്തെ ആ ഒരു ഫംഗ്ഷൻ കാരണം തന്നെ ഭയങ്കര ബിസി ആയിരുന്നു. ആ ഒരു ബിസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡ്രസ്സ് ഫുള്ളൊന്നും ഇതുവരെ തുറന്നു നോക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഗോൾഡൊക്കെ ഇട്ട് നമ്മൾ നൈറ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായപ്പോൾ ഞാൻ ആ ഫുൾ ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇത് അവൾക്കും ഫ്യൂച്ചറിൽ കാണാമല്ലോ. അപ്പോൾ നിങ്ങളായിട്ടത് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.